ആര് മുഖ്യമന്ത്രിയാവണമെന്ന് പറയാൻ ഞാനില്ല. ഞാൻ അതിനകത്ത് ഇനി യാതൊരു അഭിപ്രായവും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. രാജ്യസഭ മുൻ ഉപാധ്യക്ഷൻ പ്രൊഫസർ PJ കുര്യനാണ് മീഡിയ വണ്ണിനോടൊപ്പം ചേരുന്നത്. സർ, പത്തനംതിട്ട ജില്ലയിൽ 5 നിയോജക മണ്ഡലങ്ങൾ. ഈ 5 നിയോജക മണ്ഡലങ്ങളും UDFന് ശക്തമായ വേരോട്ടമുണ്ട്. പക്ഷേ ഭരിക്കുന്ന LDF ഈ പ്രാവശ്യം ഈ 5 നിയോജക മണ്ഡലം തിരിച്ചു പിടിക്കും. കാര്യം പത്തനംതിട്ട ജില്ലയിൽ നിന്ന് മാത്രമല്ല, കേരളത്തിൽ തന്നെ വലിയൊരു ഗവൺമെൻറ് വിരുദ്ധ വികാരം അതിശക്തമായി നിൽക്കുകയാണ്. അത് പത്തനംതിട്ട ജില്ലയിലുണ്ട്. പ്രത്യേകം പത്തനംതിട്ട ജില്ലയിലെ ഈ ശബരിമലയിലെ അമ്പലക്കൊള്ളയിലെ സ്വർണ്ണക്കൊള്ളയൊക്കെ നടന്നതിൻ്റെ കൂടെ പശ്ചാത്തലത്തിൽ പത്തനംതിട്ട ജില്ലയിൽ ആ വികാരം വളരെ രൂക്ഷമാണ്. ഉറപ്പായി ജയിക്കും. സർ, കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങ് നടത്തിയ പരാമർശം രമേശ് ചെന്നിത്തലയെ തന്നെ വേദിയിലിരുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാം എന്നുള്ള പരാമർശം നടത്തിയിട്ട് അത് സൈബർ ലോകത്തൊക്കെ വലിയ ചർച്ചയായിരുന്നു. അതിനെക്കുറിച്ച് എന്താണ് സാർ? ഇല്ല, അതിനെക്കുറിച്ച് ഞാനൊന്നും പറയാനില്ല. അതായത് കോൺഗ്രസ് പാർട്ടിക്ക് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന ഒരു രീതിയുണ്ട്. ഹൈക്കമാൻഡ് ഇടപെട്ട് അംഗങ്ങളുടെ അഭിപ്രായം എടുത്തിട്ട് ഒരു രീതിയുണ്ട്. ആ രീതിയിൽ നടക്കും. ആര് മുഖ്യമന്ത്രിയാവണമെന്ന് പറയാൻ ഞാനില്ല. ഞാൻ അതിനകത്ത് ഇനി യാതൊരു അഭിപ്രായവും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സർ, അവസാനമായി സാറ് ഉൾപ്പെടുന്ന തിരുവല്ല നിയോജകമണ്ഡലം കഴിഞ്ഞ കുറേ വർഷങ്ങളായി UDFന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ പ്രാവശ്യം വർഗീസ് മാമനിലൂടെ തിരിച്ചു പിടിക്കാൻ സാധിക്കും? തീർച്ചയായും വർഗീസ് മാമൻ ഏറ്റവും നല്ല കാൻഡിഡേറ്റാണ്. ഞങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റാണ്. ഉറപ്പായി ജയിക്കും. ഏതായാലും തിരുവല്ല നിയോജകമണ്ഡലം ഉൾപ്പെടെ കേരളത്തിൽ UDF അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് PJ കുര്യൻ അഭിപ്രായപ്പെടുന്നത്. വിഷ്ണു പുതുശ്ശേരി, മീഡിയ 1 പത്തനംതിട്ട. ഓക്കെ, വിഷ്ണു, താങ്ക് യു.